Guys, welcome back to my channel, Regina Lucas. അപ്പോൾ സാൻജസ് ചാനൽ പോയി അതുകൊണ്ട് ഇതിൽ തന്നെ സബ്സ്ക്രൈബും ലൈക്കും വീഡിയോ ഒക്കെ ഇതിലായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കട്ട്ലേറ്റ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകിയൊക്കെ എടുത്ത് ഇനി കുരുമുളകാണ് ഇടേണ്ടത്. കുരുമുളക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഉപ്പാണ് ഇടേണ്ടത്. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, അപ്പോൾ കുരുമുളക് ഒരു 1 ടീസ്പൂൺ. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിത് അടുപ്പിൽ വേവിക്കാൻ വെക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കണം നിങ്ങൾ. എന്നിട്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിനി ഉരുളക്കിഴങ്ങ് തോല് പൊളിച്ചിട്ട് അരിയാണ് വേണ്ടത്. നമ്മളിതാ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അരിയൽ തുടങ്ങി. നമ്മളിതാ പകുതി രണ്ടാമത്തെ ഉരുളക്കിഴങ്ങ് ഇത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇതിന് ശേഷം നമ്മളിത് മുറിക്കണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തൊലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. ഉപ്പിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് അടുപ്പിലിട്ട് വെന്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് ഒരു ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. അപ്പോൾ ഗൈസ്, നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുക്കാം. അപ്പോൾ ഗൈസ്, നേരത്തെ പറഞ്ഞതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കനും ഉരുളക്കിഴങ്ങും അതോടെ മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉള്ളിയും ബാക്കിയെല്ലാം വീണ്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് വരട്ടാം. അപ്പം നമ്മളെ പാനിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വരട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഇളക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇടാം. 2 പച്ചമുളകാണ് ഇടേണ്ടത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പിടാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇടാം. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പോകും.